വെയിലും മഴയും കൊണ്ട് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഹെഡ്ലൈറ്റ് പക്ക മഞ്ഞ കളറായിട്ട് പല വണ്ടിയും കാണാൻ ഇടയാവലുണ്ട്, കാണലുണ്ട്. പല ആളും വിളിച്ച് ചോദിക്കലുണ്ട് എന്താണ് അതിനുള്ള ഒരു പരിഹാരം. അപ്പം ഗെറ്റ്സിന്റെ ഒരു പ്രൊഡക്റ്റ് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് കസ്റ്റമർ വാങ്ങിക്കൊണ്ടേ സംഭവങ്ങളാണ്, ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും പോയതാണ്. കസ്റ്റമർക്ക് ഇതുവരെ എന്നെ പൊങ്കാലയോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടൊന്നുമില്ല. നല്ല രീതിയിൽ അഭിപ്രായങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് അറിയാവുന്ന കസ്റ്റമർ, നല്ല പരിചയമുള്ള കസ്റ്റമറെ ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ നമ്മൾ പ്രൊഡക്റ്റ് കൊണ്ടുപോയിട്ട് കംപ്ലൈന്റോ കാര്യങ്ങളോ ഉണ്ടോ. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലൈന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ മോശം. കാരണം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാനൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുമ്പോൾ അതിന് ഒരു 100%, ഒരു 80% എങ്കിലും അല്ലെങ്കിൽ 70% എങ്കിലും അതിന്റെ റിസൾട്ട് എനിക്ക് കിട്ടണം. അങ്ങനെ ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങളെ ചതിക്കുന്നതായിട്ടും നിങ്ങളെ ഞാൻ പറഞ്ഞു പറ്റിക്കുന്നതായിട്ടുള്ള ഫീലിംഗ് വരൂലേ. അപ്പം അങ്ങനെ ഒരു നല്ല ഫീഡ്ബാക്ക് കിട്ടിയത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കിട്ടുന്നത്. അപ്പം ഈ ഒരു സംഭവം ഹെഡ്ലൈറ്റ് റിനോവേഷൻ ഇത് കിറ്റാണ് ഇവരുടെ കൂടെ വരുന്നത്. അതായത് സാൻഡ് പേപ്പർ 4 ലെയറായിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യേണ്ട സാൻഡ് പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് റിപ്പയർ എന്നിട്ടുള്ള ഒരു ചെറിയൊരു ലിക്വിഡ്, ഒരു കെമിക്കൽ കിടക്കുന്ന ഒരു സംഭവങ്ങളാണ് ഇതിന്റെ കൂടെ വരുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു സ്പോഞ്ച് ടൈപ്പിലൊരു സ്പോഞ്ച് ഉണ്ടാവും. പിന്നെ ലാസ്റ്റ് അവസാനമായിട്ട് നമുക്ക് ചെയ്യാൻ